എല്ലാ നാമങ്ങൾക്കും ഇസ്മു എന്നും ക്രിയകളെ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന പദങ്ങൾക്ക് ഫിഅല് എന്നും മറ്റൊന്നിന്റെ കൂടെ വരുമ്പോൾ മാത്രം പൂർണ്ണാർത്ഥം ലഭിക്കുന്ന പദങ്ങൾക്ക് ഹർഫ് എന്നും അറബി ഭാഷയിൽ പറയുന്നു. അവൻ സൃഷ്ടിച്ചു, അപ്പൊ അതൊരു ഫിഅലാണ്. ഇൻസാൻ എന്ന് പറയുന്നത് ഒരു നാമമായതുകൊണ്ട് ഇസ്മായിട്ട് അതിനെ നമുക്ക് പരിഗണിക്കാം. മിൻ അലഖ്, ഭ്രൂണത്തിൽ നിന്ന്. ആ ഭ്രൂണത്തിൽ നിന്ന് എന്ന അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് അവിടെ മിൻ ഉപയോഗിച്ചത്. മിൻ എന്ന് മാത്രം പറയുമ്പോൾ പൂർണ്ണമായ അർത്ഥം ലഭിക്കുന്നില്ല. അപ്പോൾ ആ മിൻ എന്നുള്ളത് ഒരു ഹർഫാണ്. ഒരു പ്രവൃത്തി കഴിഞ്ഞ കാലത്ത് നടന്നതായി സൂചിപ്പിക്കുന്ന പദത്തിനാണ് ഫിഅലുൽ മാളി എന്ന് പറയുക. ഉദാഹരണമായി പറഞ്ഞാൽ ദഹബൽ വലതു അൽ ഫിഅലുൽ മുളാരി. വർത്തമാനകാലത്തോ ഭാവിയിലോ നടക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് അൽ ഫിഅലുൽ മുളാരി. മൂന്നാമത്തെ ഇനം ഫിഅലുൽ അംർ. ഭാവിയിൽ ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ക്രിയാരൂപത്തിനാണ് ഫിഅലുൽ അംർ എന്ന് പറയുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ ഇദ്ഹബ് ഇലാ ഫിർഔന, നീ ഫിർഔന്റെ അടുക്കലേക്ക് പോകണം. ഈ വാചകത്തിലെ ഇദ്ഹബ് എന്ന പദമാണ് ഫിഅലുൽ അംർ എന്ന് പറയുന്നത്. ഫായിൽ എന്നുള്ളത് ഇവിടെ പറഞ്ഞ 3 സെന്റൻസുകളിലെയും ഫിഅൽ ചെയ്തത് ആരാണ് എന്ന് സൂചിപ്പിക്കുന്ന ഇസ്മിനെയാണ് ഫായിൽ എന്ന് പറയുന്നത്. ആരാണ് എഴുതിയത്? മുഹമ്മദ് ആണ് എഴുതിയത്. ആരാണ് ഓടിയത്? കുതിരയാണ് ഓടിയത്. ആരാണ് കളിച്ചത്? അത് കുട്ടിയാണ് കളിച്ചത്. കർത്താവിന്റെ ക്രിയ, അതായത് ഫായിൽ, കർത്താവ് ചെയ്ത ക്രിയ ആരെ അല്ലെങ്കിൽ എന്തിനെ ബാധിക്കുന്നുവോ ആ നാമത്തിനാണ് അറബിയിൽ മഫ്ഊലു ബിഹി കർമ്മം എന്ന് പറയുന്നത്. മഫ്ഊലും ബിഹി അതിന്റെ അവസാനം നസ്ബായിരിക്കും. എല്ലാ ഉദാഹരണങ്ങളിലേക്കും നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തുഫാഹത്തു ഹുൽവത്തുൻ. ഈ വാചകത്തിൽ അത്തുഫാഹ എന്ന ഇസ്മിനെ വാക്യാരംഭത്തിൽ വരുന്നത് എന്ന അർത്ഥത്തിൽ അൽ മുബ്തദഅ എന്നും ഹുൽവൻ എന്ന ഇസ്മിനെ മുബ്തദഅയെ കുറിച്ച് വിവരം നൽകുന്നത് എന്ന ഉദ്ദേശത്തിൽ ഖബർ എന്ന ഇസ്മുകളും മർഫൂഅ ആണെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അതായത് അത്തുഫാഹത്തു ഹുൽവത്തുൻ. അദ്ദാറു വാസിഅത്തുൻ എന്ന് പറയുമ്പോൾ അദ്ദാറു എന്നുള്ളത് മുബ്തദവും വാസിഅത്തുൻ എന്ന് പറയുന്നത് ഖബറുമാണ്. ഈ ഒരു ജുംലക്കാണ്, ഈ വാക്യങ്ങൾക്കാണ് ജുംലത്തുൻ ഇസ്മിയ എന്ന് പറയുന്നത്. ഫിഅലും ഫായിലും ഉൾക്കൊള്ളുന്ന പദങ്ങൾക്കാണ് ജുംലത്തുൽ ഫിഅലിയ എന്ന് പറയുന്നത്. മുളാരിയായ ഫിഅലുകൾക്ക് നസ്ബ് ചെയ്യുന്ന 4 ഹർഫുകളാണ് അൻ, ലൻ, ഇദൻ, ഖൈ. ഈ 4 ഹർഫുകളും മുളാരിയായ ഫിഅലിന്റെ മുമ്പ് വരികയും അതിനുശേഷം മുളാരിയായ ഫിഅലുകളുടെ അവസാനത്തെ അക്ഷരത്തിന് നസ്ബ് ചെയ്തുകൊണ്ടാണ് വായിക്കേണ്ടത്. തൽഅബു എന്നുള്ള ഫിഅൽ മുദാരിയിന് തൽഅബ് ജസ്മ് ചെയ്യുകയാണ്, അഥവാ സുക്കൂന് നൽകുന്നു. ലാ തൽഅബ് ബിന്നാരി. മുദാരിയായ ഫിഅലിന് ജസ്മ് നൽകുന്ന 3 ഹർഫുകളെ കുറിച്ചാണ്. ലം, ലാ, ഇൻ. ലം അതേപോലെ ല എന്നുള്ള 2 ഹർഫുകൾ ഒരു ഫിഅലിന് മാത്രം ജസ്മ് നൽകുമ്പോൾ ഇൻ എന്നുള്ള ഹർഫ് 2 ഫിഅലുകൾക്ക് ജസ്മ് നൽകുന്നു. ഫിഅൽ മുദാരിക്ക് നസ്ബ് ചെയ്യാൻ കാരണമാകുന്ന പദങ്ങൾ അഥവാ അൻ, ലൻ, ഇദൻ, കൈ. അതുപോലെ തന്നെ ഫിഅൽ മുദാരിക്ക് ജസ്മ് ചെയ്യാൻ കാരണമാകുന്ന പദങ്ങളായ ലം, ല, ഇൻ എന്നിവയൊന്നും ഇവിടെ ഫിഅൽ മുദാരിക്ക് മുമ്പിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഫിഅൽ മുദാരിക്ക് ഇവിടെ റഫ്ഉ ചെയ്യപ്പെടുന്നത്. കാനയെ പോലെ തന്നെയാണ് സ്വാറ, ലൈസ, അസുബഹ, അളഹ, വല്ല, അംസ, ബാത്ത എന്നീ ക്രിയകളും. ഇവയെ കാന വ അഖവാതുഹ എന്ന് വിളിക്കുന്നു. മുബ്തദ ആയ തിഫ്ലിന്റെ റഫ്ഇനെ നിലനിർത്തി ഖബറായ നായിമുൻ എന്ന ഇസ്മിന് റഫ്അ മാറ്റി നസ്ബാക്കി. മുബ്തദഇനെ കാനയുടെ ഇസ്മ എന്നും ഖബറിനെ കാനയുടെ ഖബർ എന്നും വിളിക്കും. ഇന്ന, അന്ന, കഅന്ന, ലാകിന്ന, ലൈത, ലഅല്ല എന്നിവയാണ് ഇന്ന വ അഖവാതുഹ. അൽ ജമലു സബൂറുൻ എന്ന ജുംല ഇസ്മിയയിലേക്ക് ഇന്ന പ്രവേശിപ്പിച്ചപ്പോൾ ഇന്നൽ ജമല സബൂറുൻ എന്നായി മാറി. ഇവിടെ അൽ ജമലു എന്ന മുബ്തദഇന് റഫ്ഉ മാറിയത് ശ്രദ്ധിച്ചുവോ? റഫ്ഉ മാറി നസ്ബ് ആയിരിക്കുന്നു. ഇന്ന എന്നാൽ ഖബറിന്
റഫ് തന്നെ ഇന്ന എന്നും നിലനിർത്തി ഇന്നയുടെ ഖബറിനെ ഖബറു ഇന്ന എന്നും വിളിക്കുന്നു. നസലിൽ മതറു മിന സമാഇ. സമാഇ എന്ന നാമത്തെ നാം ഒറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ ആ സമാഇന് സാധാരണ ലമ്മായിരിക്കും. എന്നാൽ സമാഇൻ്റെ തൊട്ട് മുമ്പ് മിന എന്ന ഹർഫ് വന്നതുകൊണ്ട് സമാഇൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ജറ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഇസ്മിന് പറയപ്പെടുന്ന പേര് ഇസ്മു മജ്റൂർ എന്നാണ്. ഒന്നാമത്തെ ഉദാഹരണത്തിൽ മിൻ, തുടർന്ന് വരുന്ന ഓരോ ഉദാഹരണങ്ങളിലായിക്കൊണ്ട് ഇല, അൻ, അല, ഫി, ബി, ലി എന്നീ ഹർഫുകളാണ് നാമങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളത്. ഈ ഹർഫുകൾ വന്നതിനാൽ ഇസ്മിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ജറ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഹർഫുകളെയാണ് ജറിൻ്റെ ഹർഫുകൾ എന്ന് പറയുന്നത്. ഒരു നാമത്തിന്റെ ഗുണം സൂചിപ്പിക്കുന്ന തൊട്ടു പിറകെ വരുന്ന പദമാണ് നാത്ത് അഥവാ സിഫത്ത്, വിശേഷണം എന്നുള്ളത്. വിശേഷിപ്പിക്കപ്പെടുന്ന നാമത്തെ മൻഊത്ത് എന്നും അഥവാ മൗസൂഫ്, വിശേഷ്യം എന്നും പറയുന്നു. ഹാദ കിതാബുൻ മുഫീദൻ എന്നുള്ളതിൽ കിതാബുൻ എന്നുള്ളത് മൻഊത്ത് ആയിക്കൊണ്ടും മുഫീദൻ എന്നുള്ളത് നാത്ത് ആയിക്കൊണ്ടും പറയുന്നു. നാത്ത് മൻഊത്തിനെ എല്ലാ അവസ്ഥകളിലും പിൻപറ്റുന്നതാണ്. അത് റഫായിരുന്നാലും നസ്ബായിരുന്നാലും ജറായിരുന്നാലും അത് മുഅന്നസായിരുന്നാലും മുദക്കറായിരുന്നാലും നാത്ത് മൻഊത്തിനെ എല്ലാ അവസ്ഥകളിലും പിൻപറ്റും.